അല്ല നിങ്ങൾ തന്നെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? എസ്-ഐ-ടി റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. ഡിജിപിയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. ഡിജിപിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്? മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്ക് പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ എസ്-ഐ-ടി രൂപീകരിച്ച് എസ്-ഐ-ടി അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്കോ മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിന്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. ഇതൊക്കെ ഓരോ വാർത്തകളാണ്. ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കല്ലേ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാൻ എന്തിനാ മറുപടി പറയണേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. എസ്-ഐ-ടി അന്വേഷിക്കുന്ന കാര്യത്തിൽ എസ്-ഐ-ടിയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം, കാരണം ഏഷ്യാനെറ്റിൽ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? അയാൾ കോടതി പോകും. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോകും. ഞാൻ ഏഷ്യാനെറ്റ് പറഞ്ഞത് അജിത ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. അതിൽ ഞാൻ പറയും എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ട് എസ്-ഐ-ടി ഉദ്യോഗസ്ഥനോട് വിളിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചോദിക്കാൻ പറ്റുമോ? ദർ ഈസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ നടപടി എടുക്കാതിരിക്കുമോ, രണ്ട് ചെയ്താലും ഇപ്പോഴുള്ള കാലത്ത് ആളുകൾ കോടതി പോകുമ്പോൾ നിങ്ങൾ വിമർശിക്കും, നടപടിക്രമം പൂർത്തിയാക്കാതെ നടപടി എടുത്തു, ആൾ കോടതി പോയി സ്റ്റേ ചെയ്തെന്ന് ഇതേ റിപ്പോർട്ട് ചെയ്ത ആളുകൾ വേറെ വാർത്ത കൊടുക്കും. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അലംഭാവം, സർക്കാർ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെ നടപടിയെടുത്തു, അപ്പോഴും ഒരു വാർത്ത കൊടുക്കുക. ഇതൊക്കെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളാണ്. ഗവൺമെന്റിനെ ഉണ്ടല്ലേ, ഞാൻ ഒരു കാര്യത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അങ്ങ് എപ്പോഴും കയറി ഇങ്ങനെ വളമുണ്ടാക്കല്ലേ, ദേശാഭിമാനിയാണെന്ന് ഓർത്ത്. ഞാൻ പറഞ്ഞത് ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റി ഉണ്ട് ഇല്ലേ ഏത് സർക്കാരിനും. ആ പ്രൊസീജിയർ ഫോർമാലിറ്റി പൂർത്തിയാക്കാതെ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളിത് അറിയാത്ത റിപ്പോർട്ടർമാരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിത് കണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഇപ്പം ഞാൻ ആസ്വദിക്കുകയാണ് ഈ വാർത്തകൾ കണ്ടിട്ട്. ഇതുപോലത്തെ വാർത്തകൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാനിപ്പോൾ അങ്ങോട്ടും ചോദ്യം ചോദിക്കാൻ ചെയ്യാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ?